ഹലോ മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കീമിൻ്റെ പെർസെൻറ്റേജ് സ്കോറൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പം നമ്മുടെ റിസൾട്ടോട് വരേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ അല്ലേ. സോ അപ്പോൾ നമ്മുടെ പ്ലസ് ടുൻ്റെ മാർക്കൊക്കെ എൻ്റർ ചെയ്യാൻ ഇപ്പം സമയം ആകുന്നുണ്ട്. അപ്പം അതൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. സോ ഈ ഒരു സമയത്ത് റാങ്ക് ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കും അല്ലേ. ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലാണ് നിങ്ങൾ ഏത് കോളേജിലെ ഏത് ബ്രാഞ്ചാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത്. സോ അത് അപ്പോൾ ഡിസൈഡ് ചെയ്താൽ പോരാ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു പെർസെൻറ്റേജ് സ്കോർ കിട്ടിക്കാണും. സോ അതനുസരിച്ച് നിങ്ങൾക്ക് എത്ര റാങ്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബ്രാഞ്ചും അതുപോലെ തന്നെ അത് ബ്രാഞ്ച് വെറുതെ സെലക്ട് ചെയ്യരുത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച്. അപ്പം നമ്മൾ ബ്രാഞ്ചിനെ പറ്റി ഒരു പ്ലേലിസ്റ്റ് ഓൾറെഡി നമ്മുടെ ഈ കീം ചാനലിലുണ്ട്, ഏതൊക്കെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ആണെന്നുള്ളത്. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ മറ്റ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളെ പറ്റിയും നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ അപ്പം അതനുസരിച്ച് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. സോ അത് ഏത് കോളേജിലാണ് ഉള്ളത് എന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. സോ അത് മാത്രം പോരാ, അവിടുത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. അതായത് കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് അലോട്ട്മെന്റിൽ എത്രയാണ് സ്റ്റേറ്റ് മെറിറ്റിൽ റാങ്ക് വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ജിസിലുള്ള ഏതൊക്കെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളാണെന്നുള്ളത് നിങ്ങളൊന്ന് അറിയണം. അപ്പം ഫസ്റ്റ് ഇതിൽ വരുന്നത് സൈബർ ഫിസിക്കൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ആണ്. ഇത് മോർ റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്. സോ ഇവിടെ വന്നിരിക്കുന്ന സെക്കൻഡ് അലോട്ട്മെന്റിൽ സ്റ്റേറ്റ് മെറിറ്റിൽ വന്നിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 7916 ആണ്. ഓക്കെ. സോ അടുത്ത് വരുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ഡിസൈനിങ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ താല്പര്യമുള്ളവർ ഡെഫിനറ്റ്ലി സിവിൽ എഞ്ചിനീയറിംഗ് ഓപ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ സിവിൽ എഞ്ചിനീയറിംഗിൽ വന്നിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 9565 ആണ് സ്റ്റേറ്റ് മെറിറ്റിൽ വന്നിരിക്കുന്നത്. സോ അപ്പം ആ റാങ്ക് അത്യാവശ്യം നല്ലൊരു റാങ്ക് തന്നെയാണ്. നിങ്ങൾ GC തൃശ്ശൂരിൽ ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി അടുത്ത വരുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. എല്ലാവരും കെമിക്കൽ എഞ്ചിനീയറിംഗിനെ പറ്റി ധാരാളം അന്വേഷിക്കുന്നുണ്ട്, ഏതൊക്കെ കോളേജിൽ ഇത് അവൈലബിൾ ആണെന്നുള്ളത് അല്ലേ. സോ അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് അവൈലബിൾ ആണ്. സോ അവിടെ വന്നിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 7224 ആണ് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ് വളരെ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ച്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ഇതിന് കുറച്ച് പിടി കൂടുതലായതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റിലെ റാങ്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ വന്നിരിക്കുന്നത് 1004 ആണ്. സോ അതുകൊണ്ട് വളരെ ഡിമാൻഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. നെക്സ്റ്റ് വന്നിരിക്കുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. സോ ഇവിടുത്തെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 1616 ആണ്. നെക്സ്റ്റ് ഉള്ളത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഈ ഒരു ബ്രാഞ്ചിൽ വന്നിരിക്കുന്നത് 3136 ആണ് ലാസ്റ്റ് റാങ്ക്. നെക്സ്റ്റ് ഉള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 5425 ആണ്. ഇനി മറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്നും ഇല്ലാത്ത ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചും കൂടെ നമ്മുടെ GC തൃശ്ശൂരുണ്ട്. സോ അതാണ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ബ്രാഞ്ച്. സോ ഇവിടെ വന്നിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 14869 ആണ് കേട്ടോ. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ GCയിൽ അവൈലബിൾ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസും അതിൻ്റെ സെക്കൻഡ് അലോട്ട്മെന്റിൽ വന്നിരിക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റിലുള്ള റാങ്കാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കാറ്റഗറി അനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ റിസർവേഷൻ കാറ്റഗറീസ് അനുസരിച്ച് റാങ്കിൽ മാറ്റം ഉണ്ടാവും. സോ എന്നാലും സ്റ്റേറ്റ് മെറിറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾ എന്തായാലും GC തൃശ്ശൂരാണ് ഓപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്രയും എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഉണ്ട്. സോ നിങ്ങൾക്ക് വരുന്ന റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അലോട്ട്മെന്റിൽ കൊടുക്കുകയും ചെയ്യാം. സോ മറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളും അതുപോലെ അവിടെ വന്നിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.